സോ ഹലോ എവരിബഡി വെൽക്കം ടു ഡെൻറ്റ് AC വിത്ത് MJ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഡെൻറ്റൽ മെറ്റീരിയൽസിലെ, ദാറ്റ് ഇസ് ഡെൻറ്റർ ബേസ് മെറ്റീരിയലാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കിനും 10 മാർക്കിനും 3 മാർക്കിനും ഒക്കെ കുറേ ചോദ്യങ്ങൾ ചോദിച്ച ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡെൻറ്റർ ബേസ് മെറ്റീരിയൽ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. സോ ഡെൻറ്റർ ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി നമ്മൾ ഡെൻറ്റർ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ഡെൻറ്റർ ബേസ് മെറ്റീരിയലുകൾ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. പണ്ട് നമ്മൾ വൾക്കനൈറ്റ്, അതേപോലെ തന്നെ നൈട്രോസെല്ലുലോസ്, പിന്നെ ഫീനോൾ ഫോർമാൽഡിഹൈഡ്, പോർസിലിൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പണ്ട് എന്ത് ചെയ്തിരിക്കുന്നു ഉപയോഗിച്ചിരുന്നത്. സോ ഇതിൽ നമ്മൾ വൾക്കനൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളെ പല്ലിൽ ഒരു ടൈപ്പ് മഞ്ഞ കളറിലായിട്ട് അതിൻ്റെ അപ്പിയറൻസ് വരും. പിന്നെ ഇത് ഭയങ്കര വൃത്തികെട്ടൊരു ഓർഡർ ഉണ്ടായിരിക്കും, അതുപോലെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഡെൻജറുകൾ നമ്മൾ മെയിൻലി ഉപയോഗിക്കുമ്പോൾ. അതേപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇസ് ദ ആബ്സെൻസ് ഓഫ് സലൈവ ഡ്യൂ ടു ദാറ്റ് ദ ബാക്ടീരിയൽ പ്രോളിഫറേഷൻ വിൽ ബി ദ സലൈവ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് ബാക്ടീരിയ വന്ന് പ്രോളിഫറേറ്റ് ചെയ്യും. സോ വൾക്കനൈറ്റ് ആണ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ഒരു മെയിനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു ഡെൻജർ ബേസ് മെറ്റീരിയൽ എന്നത്. 32% സൾഫർ ഈസ് The disadvantage is that absence of saliva due to that bacterial proliferation will be there, which gives an unpleasant taste, odor from the denture and poor aesthetic appearance തരും ചെയ്യും. ഇതാണ് വൾക്കനൈറ്റ്. സോ വൾക്കനൈറ്റ് എന്ന് പറയുന്നത് 32% സൾഫർ ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. ഇവിടെ സലൈവ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ബാക്ടീരിയ ഇവിടെ കൂടുതലായിട്ട് വളരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് നമുക്ക് മെയിൻലി ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ഡെൻജർ വെച്ചാൽ തരാം. അതേപോലെ തന്നെ നമുക്കൊരു ഓർഡറും തരും. ഈ ഒരു വൃത്തികെട്ടൊരു ടൈപ്പ് ഓർഡർ, നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കില്ല. സോ അതാണ്. ആൻഡ് അതിൻ്റെ അൺപ്ലസൻ്റ് ടേസ്റ്റും അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഓർഡറും ആയിരിക്കും വൾക്കനൈറ്റ് വെച്ചുള്ള ഡെൻജർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. മെയിനായിട്ട് ഈ പല്ലൊരു മഞ്ഞ കളറായിട്ടാണ് പല്ല് നമ്മളിതിൽ മെയിൻലി കാണുന്നത്. ഓക്കെ, അടുത്ത കാര്യം എന്ന് നമ്മൾ പറയുന്നത് എന്തെന്നറിയോ, ഈ പറഞ്ഞ നൈട്രോസെല്ലുലോസ്. സോ ഈ നൈട്രോസെല്ലുലോസ് എന്ന് പറയുന്നത് ഡെൻജർ ബേസ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് നൈട്രോസെല്ലുലോസ് സെയിം ആസ് ദാറ്റ് ഓഫ് നമ്മുടെ വൾക്കനൈറ്റ്. ഇവരും എന്താണെന്ന് പറഞ്ഞാൽ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഈ നൈട്രോസെല്ലുലോസ് നമുക്ക് തരാം. പിന്നെ നമ്മൾ ഈ വായയിൽ വെക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഫിറ്റിങ് ഒരിക്കലും ഉണ്ടായിരിക്കില്ല ഈ നൈട്രോസെല്ലുലോസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ. അതേപോലെ തന്നെ പുവർ ആയിട്ടുള്ള കളർ സ്റ്റെബിലിറ്റി ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. സോ വൾക്കനൈറ്റിൽ നമ്മൾ പറഞ്ഞത് 32% സൾഫറാണുള്ളത്. ഇവിടെ നമ്മൾ സലൈവ പ്രസൻറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അൺപ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും പിന്നെ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓർഡറും വരും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ അവിടെ പ്രസൻ്റ് ആയതുകൊണ്ട്. പിന്നെ നമുക്ക് പുവർ ആയിട്ടുള്ളൊരു എസ്തറ്റിക്സ് പുവർ ആയിരിക്കും. അതാണ് നമുക്ക് മെയിൻലി പറഞ്ഞ വൾക്കനൈറ്റ് വെച്ചിട്ട് പറയുന്നത്. രണ്ടാമത് നമ്മൾ ഉപയോഗിച്ചതായിരുന്നു നമ്മുടെ നൈട്രോസെല്ലുലോസും സെയിം ക്യാരക്ടർ ആസ് ദാറ്റ് ഓഫ് ദ വൾക്കനൈറ്റ് ആണ്. അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഓർഡർ ആയിരിക്കും ഉണ്ടാവുക, പുവർ ആയിട്ടുള്ള ഫിറ്റിംഗ് ആയിരിക്കും ഉണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ഫീനോൾ ഫോർമാൽഡിഹൈഡ് ആണ്. ഫീനോൾ ഫോർമാൽഡിഹൈഡിലും അൺഎസ്തെറ്റിക് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇത് റിപ്പയർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഈ ഫീനോൾ ഫോർമാൽഡിഹൈഡ്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് പോർസിലിൻ ആയിരുന്നു. പോർസിലിൻ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടാണ് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ പെട്ടെന്ന് അത് പൊട്ടിപ്പോവുകയും ചെയ്യും. സോ അത്രയും 4 സാധനങ്ങളാണ് നമ്മൾ പണ്ട് നമ്മൾ ഈ ഡെൻജർ ബേസ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞ വൾക്കനൈറ്റ് ആണ്. വൾക്കനൈറ്റിൻ്റെ കേസ് പറഞ്ഞത് അത് പ്ലസൻ്റ് ആയിട്ടുള്ള ടേസ്റ്റും തരില്ല, ഓർഡറും തരില്ല എന്ന് പറഞ്ഞു. നൈട്രോസെല്ലുലോസിനെ കുറിച്ച് പറഞ്ഞത് എന്താ, നൈട്രോസെല്ലുലോസ് അതേപോലെ തന്നെ അൺപ്ലസൻ്റ് ആയ ഓർഡറും അതേപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊരു ബ്രേക്ക് ആവും ചെയ്യും. അതേപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യത്തില്ല. ഫീനോൾ ഫോർമാൽഡിഹൈഡ് നോക്കുകയാണെങ്കിൽ എസ്തറ്റിക്സ് പുവറായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഡിസ്കളറേഷൻ കോസ് ചെയ്യിപ്പിക്കും. പോർസലിൻ ആണെങ്കിൽ തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോവും. ഇനി ഇവരുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഇതിൽ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ. ഒന്ന്, അതിൽ പ്രസൻ്റ് ആയിട്ടുള്ള നമ്മുടെ മെറ്റൽസിനെ ബേസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക് ആണോ എന്നുള്ള ബേസ് ചെയ്തിട്ടാണ്. മെറ്റാലിക് ആണെങ്കിൽ കൊബാൾട്ട്, ക്രോമിയം, ഗോൾഡ്, അലൂമിനിയം, അതേപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതാണ് നമ്മുടെ മെറ്റാലിക്കിൽ പെടുന്നത്. നോൺ മെറ്റാലിക്കിൽ വരുന്ന കാര്യങ്ങളാണ് റെസിനും അതേപോലെ തന്നെ അക്രിലിക് റെസിൻ, വിനൽ റെസിനാണ് ഈ പറഞ്ഞ നോൺ മെറ്റാലിക്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എപ്പോഴും മെറ്റാലിക് ആണോ നോൺ മെറ്റാലിക് ആണോ. മെറ്റാലിക് ആണെങ്കിൽ കോപ്പറും ക്രോമിയം, കൊബാൾട്ട്, ക്രോമിയം, ഗോൾഡ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് അലൂമിനിയം. നമ്മുടെ നോൺ മെറ്റാലിക് ആണെന്നുണ്ടെങ്കിൽ അക്രിലിക് റെസിനും വിനൽ റെസിനുമാണ് ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവരയിൽ നമ്മൾ ടെമ്പററി യൂസിനാണോ പെർമനൻ്റ് ആയിട്ടുള്ള യൂസിനാണോ.
ടെമ്പററി ആണെങ്കിൽ നമ്മൾ സെൽഫ് ക്യൂർ, ഷെല്ലാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. പെർമനൻ്റ് ആയിട്ടാണെങ്കിൽ ഹീറ്റ് ക്യൂർ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ ബേസ് പ്ലേറ്റ് വാക്സ്. സോ ടെമ്പററി ഉപയോഗത്തിനാണെങ്കിൽ സെൽഫ് ക്യൂറും ഷെല്ലാക്കും അതേപോലെ തന്നെ ബേസ് പ്ലേറ്റിൻ്റെ വാക്സും. പെർമനൻറ്റ് യൂസിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹീറ്റ് ക്യൂറും മെറ്റാലിക്കും ആണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നമ്മൾ മെയിനായിട്ട് പറയുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് കംപ്രഷൻ മോൾഡ് ടെക്നിക്കാണ്. കംപ്രഷൻ മോൾഡ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കാണ്, നമ്മൾ ഈ മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. അത് നമ്മൾ എന്ത് പരിപാടി വെച്ചിട്ട് കംപ്രഷൻ എന്ന് പറയുന്ന ഒരു പരിപാടി വെച്ചിട്ട് നമ്മൾ മോൾഡ് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡ് നമ്മൾ പറഞ്ഞപ്പോഴാണ് ഈ കംപ്രഷൻ മോൾഡ് ടെക്നിക്ക് എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. ഈ കംപ്രഷൻ മോൾഡ് ടെക്നിക്കിന് നമ്മളുടെ ഒരു 9 സ്റ്റെപ്പോളം ഈ കംപ്രഷൻ മോൾഡ് ടെക്നിക്കിൽ വരുന്നുണ്ട്. കംപ്രഷൻ മോൾഡ് ടെക്നിക്കിൽ 9 സ്റ്റെപ്പുകളാണ് വരുന്നത്. ആദ്യം നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വാക്സ് പാറ്റേൺ ഫോം ചെയ്യാം. വാക്സ് പാറ്റേൺ ഫോം ചെയ്യലാണ് ഫസ്റ്റത്തെ പരിപാടി. അത് കഴിഞ്ഞിട്ടുള്ളത് സ്പ്ലിറ്റ് മോൾഡ് ഉണ്ടാക്കാം. സ്പ്ലിറ്റ് മോൾഡ് പിന്നെ നമ്മൾ പറയുന്നതിൽ സെപ്പറേറ്റ് മീഡിയ അപ്ലൈ ചെയ്യുക, പൗഡറും ലിക്വിഡും കൂടെ മിക്സ് ചെയ്യുക. പൗഡർ ലിക്വിഡ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്മളതിനെ ഒരു പാക്ക് ചെയ്തിട്ട് നമ്മുടെ മോൾഡിലേക്ക് വെക്കുക. പിന്നെ ഉള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കാസ്റ്റിംഗ് ആണ്, ക്യൂറിംഗ് ആണ്. ക്യൂറിങ്ങും അത് കഴിഞ്ഞാൽ കൂളിംഗ് ആണ്, അത് കഴിഞ്ഞ് ഡീഫ്ലാസ്കിങ്, പിന്നെ ഫിനിഷിങ് ആൻഡ് പോളിഷിങ്. ഇത്രയും പ്രോസസ്സുകളാണ്, 9 സ്റ്റെപ്പുകളാണ് മെയിൻലി ഇതിൽ പറയുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മുടെ വാക്സ് പാറ്റേൺ ഫോം ചെയ്യലാണ്. സോ ഈ വാക്സ് പാറ്റേൺ എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഡെഞ്ചർ ഉണ്ടായിരിക്കുമല്ലോ, കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഡെഞ്ചർ ഇല്ലേ, അതിനെ നമ്മൾ ഈ വാക്സ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ വാക്സ് പാറ്റേൺ നമ്മൾ സ്പ്ലിറ്റ് മോൾഡ് ചെയ്യാൻ പോവാണ്. സ്പ്ലിറ്റ് മോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ആ വാക്സ് പാറ്റേൺ നമ്മൾ ഡെഞ്ചറിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു ഫ്ലാസ്കിൽ നമ്മൾ ഡെഞ്ചർ ഫ്ലാസ്കിൽ വെക്കാൻ പോവുകയാണ്. സോ ഇതാണ് നമ്മൾ ഡെഞ്ചർ. ഇത് നമ്മൾ ഡെഞ്ചർ ഫ്ലാസ്ക് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പ്ലാസ്റ്റർ ആയിരിക്കും. സോ ഈ പ്ലാസ്റ്റർ നമ്മൾ വെച്ചതിൻ്റെ മുകളിലോട്ട് ഈ നമ്മൾ ഡെഞ്ചർ പ്ലേസ് ചെയ്യുവാണ്. ഈ ഇതിൽ നമ്മൾ കുറേ കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റർ എന്ത് ചെയ്ത് പോകും, നമ്മൾ ഉണങ്ങിപ്പോവും അല്ലേ, പ്ലാസ്റ്റർ സെറ്റാവും. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഡീവാക്സ് ചെയ്യണം. സോ ഡീവാക്സ് ചെയ്യുന്നത് നമ്മൾ അതിനൊരു 5 മിനിറ്റ് ബോയിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഡീവാക്സ് ചെയ്യുന്നത്. ആൻഡ് ദ മോൾഡ് ഈസ് പ്രിപ്പയർഡ് ഫ്രം ദ ഡെഞ്ചർ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് മോൾഡ് എന്ന് പറയുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ഡെഞ്ചർ, നമ്മളൊരു ഫ്ലാസ്കിലേക്ക് നമ്മൾ ഈ ഡെഞ്ചർ പ്ലേസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലാസ്കിൻ്റെ ഉള്ളിൽ ഫുൾ എന്തായിരിക്കും, നമ്മളെ പ്ലാസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കാം. ഡെൻ്റൽ സ്റ്റോണിൽ പ്ലാസ്റ്റർ ആയിരിക്കും ഉണ്ടായിരിക്കും. ഇനി അത് സെറ്റായി, നമ്മൾ ഈ പ്ലാസ്റ്റർ സെറ്റായി കഴിഞ്ഞാൽ നമ്മളിതിനെ ഡീവാക്സ് ചെയ്യണം. 5 മിനിറ്റ്സ് നമ്മൾ ബോയിൽ ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞ നമ്മുടെ സെപ്പറേറ്റിംഗ് മീഡിയ അപ്ലൈ ചെയ്യണം. സെപ്പറേറ്റിംഗ് മീഡിയ നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഡെഞ്ചർ ഉണ്ടല്ലോ, ഈ ഡെഞ്ചർ ഇത് നമ്മുടെ ഈ റെസിനും അതേപോലെ തന്നെ ഇവിടെ ജിപ്സം ആണല്ലോ. സോ ഈ ജിപ്സും റെസിനും തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഇതെന്തിനു ചെയ്യുന്നു പറഞ്ഞാൽ ജിപ്സത്തിൻ്റെ ഉള്ളിൽ വാട്ടർ ഉണ്ടായിരിക്കും, ഈ വാട്ടർ റെസിനിലോട്ട് കയറും. സോ അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റിംഗ് മീഡിയ മെയിൻലി ഉപയോഗിക്കുന്നത്. ഈ സെപ്പറേറ്റിംഗ് മീഡിയ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് സോഡിയം ആൽജിനേറ്റും സോഡിയം സിലിക്കേറ്റ്, ഇവോപ്പറേറ്റഡ് ആയിട്ടുള്ള മിൽക്ക്, അതൊക്കെ നമ്മൾ മെയിൻലി യൂസ് ചെയ്യണം. അപ്പോൾ സോഡിയം ആൽജിനേറ്റ്, സോഡിയം സിലിക്കേറ്റ് ആൻഡ് ഇവോപ്പറേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ മിൽക്കാണ് നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന സെപ്പറേറ്റിംഗ് മീഡിയകൾ എന്ന് പറയുന്നത്. ഈ സെപ്പറേറ്റിംഗ് മീഡിയയുടെ പരിപാടി എന്താണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ സോഡിയം ആൽജിനേറ്റ്, അപ്പോൾ നമ്മൾ സോഡിയം ആൽജിനേറ്റ് വെച്ചു. അപ്പോൾ ഇവരെന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വെൻ സെപ്പറേറ്റിംഗ് മീഡിയ ഇസ് അപ്ലൈഡ് ദേ വിൽ റിയാക്ട് വിത്ത് ദ കാൽഷ്യം പ്രസൻറ്റ് ദ പ്ലാസ്റ്റർ. നമ്മുടെ പ്ലാസ്റ്ററിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഈ കാൽഷ്യമായിട്ട് ഇവർ കമ്പൈൻ ചെയ്ത് ഈ പറഞ്ഞ കാൽഷ്യം ആൽജിനേറ്റ് ആയിട്ട് മാറും. സെപ്പറേറ്റിംഗ് മീഡിയ സോഡിയം ആൽജിനേറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ നമ്മുടെ പ്ലാസ്റ്ററിൽ കാണപ്പെടുന്ന കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാൽഷ്യം ആൽജിനേറ്റ് ഫോം ചെയ്യും. അവരെന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഇൻസോലുബിൾ ആയിരിക്കും. സോ നമ്മൾ എപ്പോഴും സെപ്പറേറ്റിംഗ് മീഡിയ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ അടുത്ത് പറയുന്നത്. എപ്പോഴും വാക്സ് ഒന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം, ഓയിലോ വാക്സോ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം. അതേപോലെ തന്നെ ഭയങ്കര ചൂടായിട്ടാണ് മോൾഡ് നിൽക്കണമെങ്കിൽ നമ്മൾ അതിലൊരിക്കലും ഈ സെപ്പറേറ്റിംഗ് മീഡിയ നമ്മൾ കൊടുക്കാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മൾ സെപ്പറേറ്റിംഗ് മീഡിയ ഒരിക്കലും പല്ലിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. സോ നമ്മൾ ആദ്യം പറഞ്ഞ പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ വാക്സ് പാറ്റേൺ ഉണ്ടാക്കി സ്പ്ലിറ്റ് മോൾഡിൽ നമ്മൾ പറഞ്ഞു ഒരു ഫ്ലാസ്കിലോട്ട് പ്ലാസ്റ്റർ ഒഴിച്ച് അതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ഡെഞ്ചർ വയ്ക്കുന്നത്. അത് കൂളായി സെറ്റായി കഴിഞ്ഞാൽ ഡീവാക്സ് ചെയ്യണം, 5 മിനിറ്റ് ബോയിൽ ചെയ്യാൻ വെക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞു.
അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോൾഡായിട്ടുള്ള സ്പ്ലിറ്റ് മോൾഡ് ഫോം ചെയ്യും. അതിനുശേഷം നമ്മൾ സെപ്പറേറ്റിംഗ് മീഡിയ അപ്ലൈ ചെയ്യുക. സെപ്പറേറ്റിംഗ് മീഡിയയിലെ കേസിൽ നമ്മൾ കാൽഷ്യമായിട്ട് കമ്പയർ ചെയ്യുന്ന കേസ് പറയണം. പിന്നെ അതിൽ നമ്മൾ പ്രിക്വേഷൻസ് എടുക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും വാക്സുകളോ ഓയിലുകളോ ഉണ്ടാവാൻ പാടില്ല. വാക്സിലോ ഓയിലുകളോ ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഹീറ്റ് നമ്മൾ ഭയങ്കര ഹോട്ട് ആവാൻ പാടില്ല. പിന്നെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ടൂത്തിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. അതാണ് സെപ്പറേറ്റിംഗ് മീഡിയയുടെ കേസ് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൗഡർ ആൻഡ് ലിക്വിഡായിട്ട് മിക്സ് ചെയ്യുന്ന പരിപാടിയാണ് നെക്സ്റ്റ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഇത്ര എമൗണ്ട് ഓഫ് പൗഡറും നമ്മൾ ലിക്വിഡ് എടുത്തു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം വെറ്റ് ആവാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം കൊടുക്കണം. ദ പൗഡർ ആൻഡ് ലിക്വിഡ് ആർ മിക്സ്ഡ് ഇൻ എ റേഷ്യോ ഓഫ് 3:1 2:1 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്നത്. മോണോമറൈസ് ടേക്ക് കൊണ്ട് ഒരു ബൗളിലോട്ട് നമ്മൾ പൊടി എടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ലിക്വിഡും പൊടിയും നമ്മൾ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊടിയും ലിക്വിഡിനെയും നമ്മൾ കുറച്ച് നേരം സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി അനുവദിക്കണം. കാരണം അതൊരു മൊത്തത്തിൽ ഈ പാർട്ടിക്കിൾസ് പൗഡറും ലിക്വിഡ് ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വെറ്റ് സ്റ്റേജ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. പിന്നെ ഇവിടുത്തെ ഒരു കേസ് പറയുന്നത്, ഇവിടെ കൂടുതൽ ലിക്വിഡ് പ്രസൻറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷ്രിങ്കേജ് വരും, പൊറോസിറ്റിയും ഫോം ചെയ്യും. പിന്നെ കുറേ സമയം എടുക്കും നമ്മൾ സെറ്റ് ആവാം. ഇനി ഇവിടെ ലിക്വിഡ് കുറവാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് നമ്മുടെ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് പറയുന്നത്. ഇനി എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ മിക്സിങ്ങിൻ്റെ സമയം പൗഡർ ആൻഡ് ലിക്വിഡ് മിക്സ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് നമ്മളെ പോളിമറൈസേഷൻ. അതിൽ 2 ടൈപ്പ് പോളിമറൈസേഷൻ ഉണ്ട്. ഫിസിക്കൽ സ്റ്റേജ് ഓഫ് പോളിമറൈസേഷൻ ഉണ്ട്, കെമിക്കൽ സ്റ്റേജ് ഓഫ് പോളിമറൈസേഷൻ ഉണ്ട്. നമ്മൾ പൗഡറും ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ജാറിൽ കുറച്ച് നേരം നിർത്തും. സോ അവിടെ ഉണ്ടാവുന്ന സ്റ്റേജസ് ആണ് പോളിമറൈസേഷൻ്റെ സ്റ്റേജസിനെയാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റേജ് ഓഫ് പോളിമറൈസേഷൻ എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ സ്റ്റേജ് ഓഫ് പോളിമറൈസേഷൻ നമ്മൾ ആദ്യം പറയാൻ പോണ സ്റ്റേജാണ് നമ്മുടെ വെറ്റ് സ്റ്റാൻഡ് സ്റ്റേജ് ആണ് ആദ്യത്തെ സ്റ്റേജ്. ഈ വെറ്റ് സ്റ്റാൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ പൗഡറും ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ഫ്ലൂയിഡി മാസ് പോലെ ഒരു കൺസിസ്റ്റൻസിയിൽ വരും. സോ ആ ഒരു സ്റ്റേജാണ് നമ്മൾ പേരിൽ തന്നെ വെറ്റായുള്ള സ്റ്റാൻഡ് സ്റ്റേജാണ്. നമ്മൾ മോണോമറും പോളിമറും കൂടെ ആഡ് ചെയ്തിട്ട് അതൊരു ഫ്ലൂയിഡ് കൺസിസ്റ്റൻസിയിൽ ആവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ വെറ്റ് സ്റ്റാൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് സ്റ്റിക്കി സ്റ്റേജ് ആണ്. സ്റ്റിക്കി സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പൗഡറും ലിക്വിഡും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റിക്കി മാസ്സായിട്ട് ഫോം ചെയ്യുന്ന സ്റ്റേജാണ് നമ്മൾ സ്റ്റിക്കി സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സ്റ്റേജാണ് ഡൗട്ട് സ്റ്റേജ്. ഡൗട്ട് സ്റ്റേജാണ് നമ്മൾ എപ്പോഴും പാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. ഇവിടെ ഡൗ സ്റ്റേജിൽ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ദ മാസ് ഫോംഡ് വിൽ ബി ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു മാസ് ആയിരിക്കും, ഡൗ ലൈക്ക് ആയിരിക്കും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പാക്കിങ്ങിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഡൗ സ്റ്റേജിലായിരിക്കും നമ്മൾ മെയിൻലി പാക്കിങ് നടത്തുന്നത്. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് റബ്ബറി സ്റ്റേജാണ്. അടുത്ത സ്റ്റേജാണ് റബ്ബറി സ്റ്റേജ്. റബ്ബറി സ്റ്റേജ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേജാണ്. ഇവിടെ നമ്മൾ മോണോമർ മൊത്തത്തിൽ അവിടെ ഡിസപ്പിയർ ആവുന്നുണ്ട്. ഇവിടെ റബ്ബറിയുള്ള മാസാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമുക്ക് ഒരിക്കലും ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല, മോൾഡ് ഉണ്ടാക്കാനൊന്നും നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. സ്റ്റിഫ് സ്റ്റേജ് ആണ് ലാസ്റ്റ് സ്റ്റേജ്. ഇതെന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. നമുക്ക് ഇതിനെ മോൾഡ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചാൽ അടുത്ത് നമ്മൾ സ്റ്റിഫ് സ്റ്റേജ് ആണ്. സ്റ്റിഫ് സ്റ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജാണ്. നമുക്ക് ഒരിക്കലും നമ്മളൊരു മോൾഡ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റേജ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് നമ്മുടെ സ്റ്റിഫ് സ്റ്റേജ്. ഇനി ഇതിൽ നമ്മൾ പറയുമ്പോൾ ഡൗ ഫോമിങ് ടൈം എന്ന് പറയുന്നൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കണം. അപ്പോൾ ഈ പൗഡറും ലിക്വിഡും കൂടെ മിക്സ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പോളിമറൈസേഷൻ എഴുതാൻ ഒരിക്കലും മറക്കരുത്. 2 കാര്യങ്ങളാണ്. നമ്മൾ കെമിക്കലി ആയിട്ടുള്ള പോളിമറൈസേഷൻ ഉണ്ട്, ഫിസിക്കലായുള്ള പോളിമറൈസേഷൻ ഉണ്ട്. അപ്പോൾ 2 കാര്യത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഇത് തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു 5 മാർക്ക് ചോദിച്ചിട്ടുണ്ട്. സോ ഫിസിക്കൽ സ്റ്റേജുകൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ട വെറ്റ് സാൻഡ് സ്റ്റേജ് പറയുക, അതേപോലെ തന്നെ സ്റ്റിക്കി സ്റ്റേജ് പറയുക, റബ്ബറി സ്റ്റേജ് പറയുക, അതേപോലെ ഡൗ സ്റ്റേജ്, റബ്ബറി സ്റ്റേജ് പറയുക, സ്റ്റിഫ് സ്റ്റേജ് പറയുക. ഡൗ ഫോമിങ് ടൈം എന്ന് പറയുന്നത് നമ്മളൊരു ടൈം ഇലാപ്സിങ് ഫ്രം ദ മിക്സിങ് മുതൽ ഡൗ ഫോം ചെയ്യുന്ന ടൈമിന് നമ്മൾ ഡൗ ഫോമിങ് ടൈം നമ്മൾ മെയിൻലി പറയുന്നത്. ഈ ഡൗ ഫോമിങ് ടൈം എപ്പോഴും റെഡ്യൂസ് ആവുന്ന കേസ് എന്ന് പറയുന്നത് നമ്മുടെ പോളിമറൈസേഷൻ കൂടിയാൽ ഡൗ ഫോമിങ് ടൈം എപ്പോഴും കുറയും. പിന്നെ ചെറിയ ഫൈൻ പാർട്ടിക്കിൾസ് ആണെന്നുണ്ടെങ്കിൽ ഡൗ ഫോമിങ് ടൈം കുറയും. ടെമ്പറേച്ചർ കൂടിയാലും ഡൗ ഫോമിങ് ടൈം കുറയും. പിന്നെ പോളിമർ മോണോമറിൻ്റെ റേഷ്യോ കൂടിയാലും ഈ പറഞ്ഞ ഡൗ ഫോമിങ് ടൈം കുറയും എന്നാണ് നമ്മൾ പറയുന്നത്. വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഡൗ സ്റ്റേജിൻ്റെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും വരിക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കെമിക്കൽ സ്റ്റേജ് ഓഫ് പോളിമറൈസേഷൻ ആണ്. കെമിക്കൽ സ്റ്റേജ് ഓഫ് പോളിമറൈസേഷനിൽ വരുന്നത് ഇൻഡക്ഷൻ, പ്രൊപ്പഗേഷൻ, ചെയിൻ ട്രാൻസ്ഫറും അതേപോലെ തന്നെ ടെർമിനേഷൻ ആൻഡ് ചെയിൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന 4 പരിപാടിയാണ് മെയിൻലി വരുന്നത്. സോ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ആണ്. ഇത് കെമിക്കൽ സ്റ്റേജിൽ വരുന്നതാണ് പോളിമറൈസേഷൻ്റെ. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യേറ്റർ ആണ്. സോ ഇനീഷ്യേറ്ററിൽ നമ്മൾ ഒരുപാട് മോണോമേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. സോ ഇനീഷ്യേറ്ററിൻ്റെ മോളിക്യൂൾസിന് ഒരുപാട് എനർജി കിട്ടും.
ഇനീഷ്യേറ്ററിൻ്റെ മോളിക്യൂൾസിന് ഒരുപാട് എനർജി കിട്ടും. ഈ എനർജി ഇനീഷ്യേറ്ററിൻ്റെ മോണോമേഴ്സിന് നമ്മൾ കൊടുക്കും. Here the molecule of the initiator gets energized. As a result, the energy is transferred to the monomer. Monomer നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ആൻഡ് ഇനീഷ്യേഷൻ ഒക്കെ ഡ്യൂ ടു ദ ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ദ ഇനീഷ്യേറ്റർ മോളിക്യൂൾ. സോ ഇവിടെ ഇനീഷ്യേറ്റർ ഉണ്ട്. ഈ ഇനീഷ്യേറ്ററിന് ഒരുപാട് മോണോമേഴ്സ് പ്രസൻ്റ് ആയിരിക്കും. സോ ഇനീഷ്യേറ്ററിൻ്റെ മോളിക്യൂൾസിന് ഒരുപാട് എനർജി കിട്ടുമ്പോൾ ആ എനർജി നമ്മൾ ആർക്ക് കൊടുക്കും? മോണോമറിന് കൊടുക്കും. സോ അങ്ങനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്ന പരിപാടി നടക്കുന്നത്. ഇനി ഇനീഷ്യേഷൻ എനർജി എന്ന് പറയുന്നത് ഇവിടെ എത്ര എനർജി വേണം ഈ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ 16,000 to 29,000 കാലറി പെർ മോളാണ് നമുക്ക് വേണ്ട എനർജി എന്ന് പറയുന്നത്. ഇനി ഇത് ഇൻഡക്ഷൻ 3 തരത്തിലാണ് നടക്കുന്നത്. ഹീറ്റ് ആക്ടിവേറ്റഡും കെമിക്കൽ ആക്ടിവേറ്റഡും ലൈറ്റ് ആക്ടിവേറ്റഡ് ആയിട്ട് നടക്കുന്നത്. ഹീറ്റ് ആക്ടിവേറ്റഡിൽ നമ്മൾ ആദ്യം പറയുന്നത് നമ്മൾ ബെൻസോയിൽ പെറോക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ റാഡിക്കൽസ് റിലീസ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസ് റിലീസ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്ത് നടക്കും? പോളിമറൈസേഷൻ നടക്കും. ഹീറ്റ് ആക്ടിവേറ്റഡിൽ ബെൻസോയിൽ പെറോക്സൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് റാഡിക്കൽസ് റിലീസ് ആകും. അതിൻ്റെ ഭാഗമായിട്ട് പോളിമറൈസേഷൻ നടക്കും. അതാണ് ഹീറ്റ് ആക്ടിവേറ്റഡിൽ നമ്മൾ പറയുന്നത്. അടുത്ത പരിപാടി എന്ന് പറയുന്നത് കെമിക്കൽ ആക്ടിവേഷനാണ്. കെമിക്കൽ ആക്ടിവേഷനിൽ നമ്മൾ പറയുന്നത് റിയാക്റ്റൻ 1 ഉണ്ടായിരിക്കും, റിയാക്റ്റൻ 2 ഉണ്ടായിരിക്കും. ഈ റിയാക്റ്റൻ 1 റിയാക്റ്റൻ 2 കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ അവിടെ റാഡിക്കൽസ് റിലീസ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പോളിമറൈസേഷൻ ഒക്കെ ചെയ്യുകയും ചെയ്യുന്നു. അതാണ് കെമിക്കൽ ആക്ടിവേഷനിൽ നമ്മൾ പറയാനുള്ളത്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലൈറ്റ് ആക്ടിവേഷൻ, കെമിക്കൽ ആക്ടിവേഷനും അതേപോലെ ലൈറ്റ് ആക്ടിവേഷനാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമ്മുടെ സൺലൈറ്റിൽ നിന്ന് ഫോട്ടോൺസ് റിലീസ് ആവുമല്ലോ. ഈ ഫോട്ടോൺസ് ഇനീഷ്യേറ്ററിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇതേപോലെ റാഡിക്കൽസ് റിലീസ് ആകുമ്പോൾ പോളിമറൈസേഷൻ വരുന്നത്. സോ ആദ്യം നമ്മൾ പറഞ്ഞ ഹീറ്റ് ആക്ടിവേറ്റഡ് ബെൻസോയിൽ പെറോക്സൈഡിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഫ്രീ റാഡിക്കൽസ് വരുന്നു. രണ്ടാമത്തെ കേസിൽ കെമിക്കൽസ് നമ്മൾ റിയാക്റ്റൻ്റ് 1നെയും റിയാക്റ്റൻ്റ് 2നെയും നമ്മൾ കെമിക്കൽ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോഴാണ് അവിടെ റാഡിക്കൽസ് റിലീസ് ആവുന്നത്. ഫോട്ടോണുകൾ എന്താവും? ഇനീഷ്യേറ്ററിനെ ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ റാഡിക്കൽസ് റിലീസ് ചെയ്തിട്ടാണ് പോളിമറൈസേഷൻ നടക്കുന്നത്. ഇതാണ് ഇവിടെ പറയുന്നത്. അതാണ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പ്രൊപ്പഗേഷനാണ്. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഏകദേശം 5,000 to 8,000 കാലറി പെർ മോൾ എനർജി തന്നെ ഇവിടെ വേണം. ഈ പ്രൊപ്പഗേഷൻ സമയത്ത് സംഭവിക്കുന്നത് അറിയോ? റിയാക്ഷൻ ഷുഡ് കണ്ടിന്യൂ അൺടിൽ ദ മോണോമർ ഫോം പോളിമർ. നമ്മുടെ മോണോമർ പോളിമർ ആവുന്നത് വരെ നമ്മൾ ഈ പറഞ്ഞ ഈ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറയുന്ന പരിപാടി നടന്നുകൊണ്ടേയിരിക്കണം. സോ ഇൻഡക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് ഓർക്കുക. അവിടുത്തെ എത്ര നമ്മൾ പറഞ്ഞത്? നമ്മുടെ 29,000 വരെ. എത്ര മുതൽ 29,000? 16,000 to 29,000 വരെ എനർജി നമുക്ക് വേണമെന്ന് പറഞ്ഞു. പിന്നെ 3 ആക്ടിവേഷൻ്റെ കാര്യങ്ങൾ പറയുക. പ്രൊപ്പഗേഷൻ നമ്മുടെ ലിക്വിഡ് പൗഡർ നമ്മുടെ മോണോമർ പോളിമർ ആവുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. 5,000 to 8,000 കാലറി പെർ മോളാണ് നമുക്കിവിടെ വേണ്ട എനർജി എന്ന് പറയുന്നത്. പ്രൊപ്പഗേഷൻ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ എന്ന് പറയുന്നത് മെയിൻലി കപ്ലിംഗ് വഴിയാണ്. ഡയറക്റ്റ് കപ്ലിങ്ങും അതേപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റംസിനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ടെർമിനേഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചെയിൻ ട്രാൻസ്ഫർ ആണ്. ചെയിൻ ടെർമിനേഷൻ ഒക്കെ ഡ്യൂ ടു ചെയിൻ ട്രാൻസ്ഫർ. ഇതാണ് ഇവിടെ മെയിൻലി പറയുന്നത്. സോ നമ്മൾ ഇപ്പോൾ എത്ര പരിപാടി പറഞ്ഞു? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ആദ്യം പറഞ്ഞത് വാക്സ് പാറ്റേൺ ഉണ്ടാക്കുക, സ്പ്ലിറ്റ് മോൾഡ് ഉണ്ടാക്കുക, നമ്മളെ സെപ്പറേറ്റ് മീഡിയ അപ്ലൈ ചെയ്യുക, പൗഡറും ലിക്വിഡും കൂടെ മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ പറഞ്ഞത് പൗഡറും ലിക്വിഡ് മിക്സ് ചെയ്യുന്ന പരിപാടി വരെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞതല്ലേ. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാക്കിംഗ് ആണ്. നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ പാക്കിംഗ് സ്റ്റേജാണ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന മിക്സിനെ നമ്മൾ മോൾഡിലോട്ട് വെക്കുന്ന പരിപാടിയാണ് പാക്കിംഗ്. നമ്മൾ മെയിൻലി ഡൗ സ്റ്റേജിലാണ് നമ്മളിത് മെയിൻലി വെക്കാറുള്ളത്. ഇനി നമ്മളത് സ്റ്റിക്കി സ്റ്റേജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്ന അറിയോ? അവിടെ പൊറോസിറ്റി ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ദെർ വിൽ ബി ഇൻക്രീസ്ഡ് ഫ്ലോ കൂടുതലായിരിക്കും. ഇനി നമ്മൾ സ്റ്റിഫ് സ്റ്റേജിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും അത് പൊട്ടിപ്പോകും. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടാനൊന്നും പറ്റത്തില്ല. സോ നമ്മൾ മെയിൻലി ഈ പറഞ്ഞ പാക്കിങ് നമ്മൾ ചെയ്യുന്നത് ഡൗ സ്റ്റേജിലാണ്. ഹിയർ ദ മിക്സ് ഓഫ് ദ മോണോമർ ആൻഡ് പോളിമർ ഡൗ സ്റ്റേജ് ഇസ് പാക്ഡ് ഇൻ ടു ദ സ്പ്ലിറ്റ് മോൾഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പിന്നെ പാക്കിങ് നമ്മൾ ചെയ്യണത് ഡൗ സ്റ്റേജിലായിരിക്കും. അടുത്ത പരിപാടിയാണ് ക്യൂറിങ്. സോ ക്യൂറിങ് എന്ന് പറയുന്നത് നമ്മൾ ഫൈനലായിട്ടുള്ള ക്ലോഷറിന് ശേഷം നമ്മൾ ക്യൂറിങ് ചെയ്യും. അതെന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു 30 മിനിറ്റ്സോളം 30-60 മിനിറ്റ്സോളം നമ്മൾ ഒരു നോർമൽ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതാണ് ക്യൂറിങ്. ഓക്കെ, ഇതിൽ നമ്മൾ ബെഞ്ച് ക്യൂറിങ് എന്നാണ് പറയുന്നത്. ഈ മെത്തേഡാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യണത്. ഇത് എന്ത് ചെയ്യും? ഫ്ലോ പീരീഡ് കൂട്ടുമെന്നാണ് പറയുന്നത്. സോ നമ്മൾ മെയിൻലി എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ
എല്ലാ പോയിന്റുകളും ഉണ്ടോ, എല്ലാ പോയിന്റ് എന്ന് പറയുന്ന നമ്മുടെ മെയിൻ ഹെഡിങ്സ് എല്ലാം ഉണ്ടോ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലുള്ളത് മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. മെയിനായിട്ടുള്ള ഹെഡിങ്സ് എഴുതിയിട്ട് നിങ്ങൾ ഓർമ്മയിൽ വരും എന്തായാലും. അതിനെക്കുറിച്ച് 2-4 പോയിന്റുകൾ എന്തായാലും നിങ്ങൾ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടാവും. ഓക്കെ, അടുത്ത പരിപാടി ഇതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് വരുന്ന സംഭവമാണ് ക്യൂറിങ് സൈക്കിൾ. ഇതും നമുക്കൊരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സോ നമുക്ക് പഠിക്കാം. ക്യൂറിങ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതൊരു ടെക്നിക്കൽ നേമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. എന്തിനുള്ള ടെക്നിക്കൽ നേമാന്ന് പറയുന്നത് ഹീറ്റിംഗ് പ്രോസസ്സിനാണ്. എംപ്ലോയ് ടു കൺട്രോൾ ദ ഇനീഷ്യലായിട്ട് പോളിമറൈസേഷൻ ഇൻ എ ഡെഞ്ചർ മോൾഡ്. നമ്മൾ ഇനീഷ്യലായിട്ട് വരുന്ന ഒരു പോളിമറൈസേഷനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക് ഓഫ് ഹീറ്റിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ക്യൂറിങ് സൈക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് ക്യൂറിങ് സൈക്കിൾ. ഇറ്റ് ഈസ് എംപ്ലോയ്ഡ് ടു കൺട്രോൾ ദ ഇനീഷ്യൽ പ്രോളിഫറേഷൻ ഇൻ എ ഡെഞ്ചർ മോൾഡ്. അതിന് നമ്മൾ ക്യൂറിങ് സൈക്കിൾ എന്ന് നമ്മൾ മെയിൻലി പറയുന്നത്. ഓക്കെ, ഇനി ക്യൂറിങ് സൈക്കിൾ നമ്മൾ മെയിൻലി അതിൻ്റെ ടൈം എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്, അതിനെ മെയിൻലി അതിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഈ ക്യൂറിങ് സൈക്കിൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ 74 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ആദ്യം ചെയ്യുന്ന 8 hours ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നെ 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 8 hours, 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ 74 ഡിഗ്രി സെൽഷ്യസ് 2 hours, 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഈ ഒരു ബേസാണ് നമ്മൾ ക്യൂറിങ്ങിന് മെയിൻലി ചെയ്യുന്നത്. സോ ക്യൂറിങ് എന്ന് പറയുന്നത് ഒരു ഹീറ്റിംഗ് പ്രോസസ്സാണ് എംപ്ലോയ്ഡ് ടു ഇനീഷ്യൽ പ്രോളിഫറേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ എ ഡെഞ്ചർ മോൾഡ്. സോ അത്രയും കാര്യം പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് കൂളിംഗ്. സോ കൂളിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി ടാപ്പ് വാട്ടറിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കൂളിംഗ് മെയിൻലി ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഫിനിഷിംഗ് ആൻഡ് പോളിഷിംഗ്. ഡീഫ്ലാസ്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ മെയിൻലി എന്താണെന്നറിയാം, നമ്മൾ അതിനെ എടുക്കുന്ന പരിപാടിയാണ്. സോ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം എടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത പരിപാടി ഫിനിഷിംഗ് ആൻഡ് പോളിഷിംഗ്. അത് നമ്മൾ പ്യൂമിസും വാട്ടറും വെച്ചിട്ടാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. സോ കഴിഞ്ഞു. വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായിരിക്കും. മെയിൻ പോയിന്റുകളൊക്കെ പറഞ്ഞത് എഴുതാൻ വിട്ടുപോകരുത്. സോ നമ്മൾ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സോ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് നമ്മുടെ ഡെഞ്ചർ ബേസ് മെറ്റീരിയൽ. സോ ഡെഞ്ചർ ബേസ് മെറ്റീരിയൽ നമ്മൾ പണ്ട് ഉപയോഗിച്ച വൾക്കനൈറ്റിനെ കുറിച്ച് പറയാം. വൾക്കനൈറ്റ് നമ്മൾ ഉപയോഗിച്ച് അവിടെ എന്താ സംഭവിച്ചിരുന്നത്? നമ്മുടെ സലൈവ ഇല്ലാത്തത് കൊണ്ട് തന്നെ മൈക്രോബ്സ് വരില്ലേ? സോ അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് അൺപ്ലസൻ്റ് ആയാലും ടേസ്റ്റ് ഓർഡർ ഉണ്ടാവുമല്ലോ, അസ്തറ്റിക്സിനെ ബാധിക്കുമല്ലോ. അത് നിങ്ങൾ എഴുതണം. വൾക്കനൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പറഞ്ഞതാണ് നമ്മുടെ ഈ പറഞ്ഞ നൈട്രോസെല്ലുലോസിനെ കുറിച്ച് പറഞ്ഞു. നൈട്രോസെല്ലുലോസും ഈ പറഞ്ഞ വൾക്കനൈറ്റ് പോലെ തന്നെ നമുക്ക് അസ്തറ്റിക്സിനെ ബാധിക്കുന്നു, അതേപോലെ അൺപ്ലസൻ്റ് ആയാലും ടേസ്റ്റ് ഒക്കെ തരുന്നു എന്ന് പറയാം. പിന്നെ നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ ഫീനോൾ ഫോർമാൽഡിഹൈഡും അസ്തറ്റിക്കിനെ ബാധിക്കും, ഡിസ്ക്ലറേഷനൊക്കെ ഉണ്ടാക്കും, റിപ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പോർസലിൻ പൊട്ടിപ്പോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറയാം. മെറ്റലിനെ ബേസ് ചെയ്ത് നോൺ മെറ്റലിനെ ബേസ് ചെയ്തിട്ട്, മെറ്റലിനെ ബേസ് ചെയ്ത് കൊബാൾട്ട്, ക്രോമിയം, ഗോൾഡ്, അലൂമിനിയം ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. നോൺ മെറ്റാലിക്കിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഓർമ്മ ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. നമ്മൾ പറഞ്ഞു എന്തായിരുന്നു, വിനൽ റെസിനും അതേപോലെ തന്നെ ആക്രിലിക് റെസിനും നമ്മൾ പറഞ്ഞു അല്ലേ. അടുത്ത് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ ടെമ്പററി യൂസിനെ ബേസ് ചെയ്തിട്ടും പെർമനൻ്റ് ആയിട്ട് യൂസിനെ ബേസ് ചെയ്തിട്ടും. ടെമ്പററി നമ്മൾ ഉപയോഗിച്ചത് സെൽഫ് ക്യൂർ, അതേപോലെ തന്നെ ഷെല്ലാക്ക്. പിന്നെ നമ്മൾ ബേസ് മെറ്റൽ വാക്സും നമ്മൾ പറഞ്ഞു. നമ്മൾ പെർമനൻറ്റ് യൂസിന് ഉപയോഗിക്കുന്നത് എന്തായിരുന്നു? ഹീറ്റ് ക്യൂർ ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ കംപ്രഷൻ മോൾഡ് ടെക്നിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം. ആദ്യം നമ്മൾ എന്തുണ്ടാക്കുന്നത്? വാക്സ് പാറ്റേൺ എടുത്തു അല്ലേ. വാക്സ് പാറ്റേൺ എടുക്കുക, അതേപോലെ തന്നെ സ്പ്ലിറ്റ് മോൾഡ്, പിന്നെ നമ്മൾ സെപ്പറേറ്റ് മീഡിയ അപ്ലൈ ചെയ്തു. നാലാമത്തെ കാര്യം പൗഡറും ലിക്വിഡും മിക്സ് ചെയ്തു, അത് നമ്മൾ മോൾഡ് ചെയ്യാൻ വെച്ചു, പാക്ക് ചെയ്തു. പിന്നെ നമ്മൾ ക്യൂർ ചെയ്തു, നമ്മളതിനെ ക്യൂർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്താ പറഞ്ഞത്? നമ്മളതിനെ കൂൾ ചെയ്തു, ഡീഫ്ലാസ്ക് ചെയ്തു. അതിനുശേഷം ഫിനിഷിങ് ആൻഡ് പോളിഷിങ് പറഞ്ഞു അല്ലേ. സോ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നോക്കുക. ഡെഞ്ചർ വെക്കുന്നു, എന്നിട്ട് അതിൽ നമ്മൾ എന്തിനുള്ളിൽ വെക്കുന്ന നമ്മൾ ഡെൻ്റൽ സ്റ്റോൺ അല്ലേ വെച്ചിരിക്കുന്നത്. പിന്നെ അത് ഡെൻ്റൽ സ്റ്റോൺ സെറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഡീവാക്സ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്പ്ലിറ്റ് മോൾഡ് കിട്ടി. അതിനുശേഷം സെപ്പറേറ്റ് മീഡിയ അപ്ലൈ ചെയ്യുക. എന്തിനാണ് അപ്ലൈ ചെയ്യുന്നത്? നമ്മുടെ വാട്ടർ, ജിപ്സത്തിൽ നിന്നുള്ള വാട്ടർ ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ. അതിന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. സോഡിയം ആൽജിനേറ്റ്, സോഡിയം സിലിക്കേറ്റ്, അതേപോലെ തന്നെ നമ്മുടെ ഇവാപ്പറേറ്റഡ് മിൽക്ക്. ഇവരുടെ പരിപാടി കാൽഷ്യമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, കാൽഷ്യം ആൽജിനേറ്റ് ഫോം ചെയ്യുന്നു എന്നുള്ള കാര്യം പറയാം. പിന്നെ സെപ്പറേറ്റ് മീഡിയ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയാം. അതിൻ്റെ പ്രിക്വേഷൻസ് എന്താ വെച്ചാൽ അതിലൊന്നും വാക്സോ ഓയിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ വല്ലാണ്ട് ഹീറ്റ് ഉണ്ടാവാൻ പാടില്ല. പല്ലിലൊരിക്കലും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്ന കാര്യം പറയാം. പൗഡർ ലിക്വിഡും നമ്മൾ ആദ്യം കുറച്ച് നേരം സ്റ്റാൻഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് എല്ലായിടത്തും എത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പരിപാടി ചെയ്യാൻ പാടുള്ളൂ.
അതിൽ പൗഡർ വെള്ളം കൂടിപ്പോയുള്ള കേസ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അത് നമ്മുടെ ഷ്രിങ്കേജ് വരും, അതേപോലെ തന്നെ പൊറോസിറ്റി വരും എന്നൊക്കെ പറഞ്ഞു. വെള്ളം കുറഞ്ഞു പോയാലും അവിടെ എന്താ സംഭവിക്കുക, ഡാമേജ് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ മെയിനായിട്ട് പറഞ്ഞു പോളിമറൈസേഷൻ്റെ കാര്യങ്ങൾ പറയാൻ വിട്ടുപോരുത്. ഫിസിക്കൽ സ്റ്റേജുകൾ പറയുക. ഫിസിക്കൽ സ്റ്റേജുകൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്ന ഓർമ്മ ഉണ്ടോ? ഒന്ന് ഓർത്ത് നോക്കിയേ. വെറ്റ് സ്റ്റേജ്, അതേപോലെ തന്നെ നമ്മുടെ വെറ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ സ്റ്റിക്കി സ്റ്റേജ്, അതേപോലെ തന്നെ ഡൗ സ്റ്റേജ്. നാലാം നമ്മൾ പറഞ്ഞതാണ് നമ്മളെ റബ്ബറി സ്റ്റേജ് ആൻഡ് സ്റ്റിഫ് സ്റ്റേജ്. സ്റ്റിഫ് സ്റ്റേജ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേജ് ഏതാണ്? അതെ, നമ്മുടെ ഡൗ സ്റ്റേജ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഡൗ ഫോമിങ് ടൈമിനെ കുറിച്ച് പറയുക, കാര്യങ്ങളൊക്കെ പറയുക. അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറുകൾ എന്തൊക്കെയാണെന്ന് പറയുക. പൊടി ചെറുതായിരിക്കണം. പൊടി ചെറുതായാൽ നമ്മളെ ഈ പറഞ്ഞ ഡൗ ഫോമിങ് ടൈം കൂടൂലേ, ഇല്ല കുറയൂലേ. പിന്നെ ടെമ്പറേച്ചർ കൂടിയാലും കുറയുമല്ലോ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, നമ്മളെ പോളിമറൈസേഷൻ കൂടിയാലും ഇത് കുറയും എന്നുള്ള കാര്യം പറയുക. ഇവരുടെ വർക്കിംഗ് ടൈം ചോദിക്കും, അത് എഴുതാം. അതുപോലെ കെമിക്കൽ സ്റ്റേജിൽ ഇൻഡക്ഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ ആൻഡ് ചെയിൻ ട്രാൻസ്ഫറിനെ കുറിച്ച് പറയുക. ഇൻഡക്ഷൻ്റെ കാര്യങ്ങൾ പറയുക. 3 വഴികൾ: ഹീറ്റ് ആക്ടിവേറ്റഡ്, കെമിക്കൽ ലൈറ്റ് ആക്ടിവേറ്റഡ്, അല്ല റാഡിക്കൽസ് ഫോം ചെയ്യുമ്പോഴാണ് പോളിമറൈസേഷൻ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് നോക്കി എഴുതാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് ഞാൻ പറയുന്നതിൻ്റെ ഒപ്പം നിങ്ങൾക്കും കിട്ടുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കണേ. പ്രൊപ്പഗേഷൻ, പിന്നെ ഇതിൻ്റെ സമയം നിങ്ങൾ എഴുതാൻ മറക്കരുത്. എത്രയായിരുന്നു ഞാൻ പറഞ്ഞത് ഓർത്ത് നോക്കിയേ? 16,000 ടു സമയമല്ല, എത്രത്തോളം അതിന് വേണ്ട കലോറി പെർ മോളാണ് നമുക്ക് എനർജിയാണ് വേണ്ടത് എന്നുള്ള കാര്യം. 16,000 to 29,000 കലോറി പെർ മോളാണ് നമുക്കിതിന് വേണ്ടത്. എന്തിനും നമ്മൾ ഇൻഡക്ഷൻ പരിപാടിക്ക് നമ്മൾ വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പറഞ്ഞു അത് നമ്മളൊരു എന്താ പറയുന്നത്, നമ്മൾ മോണോമർ ഒരു പോളിമർ ആവാൻ വരെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. 5,000 to 8,000 കാലറി പെർ മോളാണ് വേണ്ടതെന്ന് പറയാം. ടെർമിനേഷൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് ഒന്ന് ഹൈഡ്രജൻ അയോൺസ് ട്രാൻസ്ഫർ ആൻഡ് കപ്ലിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. ചെയിൻ ട്രാൻസ്ഫറിൽ ചെയിൻ ടെർമിനേഷൻ ഒക്കേഴ്സ് ഫ്രം ചെയിൻ ട്രാൻസ്ഫർ, അത് പറഞ്ഞു. പിന്നെ നമ്മൾ പാക്കിംഗ് ആണ് പറയുന്നത്. സോ പാക്കിംഗ് നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഏത് സ്റ്റേജിൽ? ഡൗ സ്റ്റേജിലാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്റ്റേജുകളിൽ ചെയ്യാത്ത കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് പൊട്ടിപ്പോകും എന്നുള്ള കാര്യം പറയാം. പിന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് പോറോസിറ്റി ഉണ്ടാവും, ഷ്രിങ്കേജ് ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയാം. അത് കഴിഞ്ഞ് ക്യൂറിങ്ങിൽ നമ്മൾ പറയുന്നത് ലാസ്റ്റ് പരിപാടി. അതിന് മുന്നേ നമ്മൾ ക്യൂറിങ് സൈക്കിളെ കുറിച്ച് പറയാം. അതിൻ്റെ സമയം ഇത് നമ്മൾ ഏതൊക്കെ ടൈമിൽ മെയിൻലി അതിൻ്റെ തിക്നെസ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 8 hours ചെയ്തു ഫസ്റ്റ്, പിന്നെ 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 8 hours ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. പിന്നെ നമ്മൾ 74 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours ആൻഡ് 100 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്യൂൾ ചെയ്തു, ടാപ്പ് വാട്ടറിൽ വെച്ചു. അതേപോലെ തന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഓവർനൈറ്റ് വെക്കുക കൂളിങ്. പിന്നെ നമ്മൾ നമ്മുടെ പ്യൂമിസും ഡീഫ്ലാസ്ക് ചെയ്യണം. അത് ഒരിക്കലും പറയാൻ മറക്കരുതേ, ഡീഫ്ലാസ്കിങ് ചെയ്യണം. ശ്രദ്ധിക്കണത് പൊട്ടിപ്പോകാണ്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഫിനിഷിങ് ആൻഡ് പോളിഷിങ് പ്യൂമിസ് ആൻഡ് വാട്ടർ വെച്ചിട്ട്. ഇത്രയേ ഉള്ളൂ ഫസ്റ്റത്തെ ഭാഗത്തിൽ. ഇനി ഇതിന്ന് വരുന്ന ബാക്കി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ടായിരിക്കും. സോ ഇഷ്ടപ്പെട്ട പ്ലീസ് ടു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തരുത്. ഇത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാലാണ് എനിക്ക് ഇനിയും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവണോ എന്ന് അറിയാനും പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. സോ ഇത് ഉപകാരപ്പെട്ട നിങ്ങളുടെ ഫ്രണ്ട്സിന് ഉറപ്പായിട്ടും ഇത് അയച്ചു കൊടുക്കാൻ മറക്കരുത്. കാരണം വളരെ വെയിറ്റേജുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഡെൻസർ ബേസ് മെറ്റീരിയൽ. സോ ഇഷ്ടപ്പെട്ട പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.